അബ്രാഹത്തിന്റെ ബലിയിൽ അബ്രാഹം, നമുക്ക് ഇതിൻ്റെ സംഭവങ്ങളെല്ലാം നന്നായിട്ട് അറിയാവുന്നതാണ്, അതുകൊണ്ട് വിശദീകരിക്കേണ്ടതില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ഇതിൽ നിന്ന് പഠിക്കാൻ പോവാണ്. അബ്രാഹം തൻ്റെ മകൻ്റെ പേര് ഇസഹാക്ക്, ഈ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് ദേ ഏത് മല? മോറിയ മലയിലേക്ക് ഇങ്ങനെ പോവാണ്. മോറിയ മല എന്തിനാണ് പോകുന്നത്? ആരെ ബലിയർപ്പിക്കാൻ? ആരെ ബലിയർപ്പിക്കാൻ? ഇതാണ് ചോദ്യം. മകനെ ബലിയർപ്പിക്കാനാണല്ലോ, അല്ലേ? അങ്ങനെയല്ലേ അബ്രാഹം ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ. എന്നാൽ പോകുന്ന വഴിയിൽ ഒരു ചോദ്യം ഇടയ്ക്കിടയ്ക്ക് ഈ ഇസഹാക്ക് ചോദിക്കും. ഏതാ ചോദ്യം? ഇസഹാക്ക് തന്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു, പിതാവേ എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? ഇതാണ് ചോദ്യം. തീയുണ്ട്, വിറകുണ്ട്, അപ്പോൾ ദഹനബലിക്കുള്ള കുഞ്ഞാട്, ദഹനബലിക്കുള്ള ഇര എവിടെ? അപ്പൊ അബ്രാഹാം കൊടുക്കുന്നൊരു ഉത്തരവുണ്ട്. വായിച്ചേ. അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ കൂടെ ഒന്ന് ഏറ്റു പറയോ, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. ദൈവം തന്നെ തരും. ദൈവം തന്നെ തരും. ദൈവം തന്നെ തരും. ഹല്ലേലൂയ. 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 അതായത് അബ്രാഹാം മലമുകളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം നിറഞ്ഞ ഒരു നിമിഷത്തിൽ കണ്ണുനീരോടെയാണ് യാത്ര. കാരണം വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണ്. വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞ് അത്രമേൽ ഒരപ്പൻ്റെ വിഷമമാണ്, അത്രമേൽ വലിയൊരപ്പൻ്റെ വിഷമം. ഈ അപ്പൻ ഈ മകനെയും കൊണ്ട് ഈ മോറിയ മലയിലേക്ക് പോകുമ്പോൾ മകൻ്റെ ചോദ്യം ചങ്ക് പെടയുന്ന ചോദ്യമാണ്. അപ്പാ, വിറകുണ്ട്, തീയുണ്ട്, എല്ലാം ഉണ്ടല്ലോ, പക്ഷേ കുഞ്ഞാടെവിടെ? അപ്പോൾ അപ്പൻ കൊടുക്കുന്ന മറുപടിയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പഠിക്കേണ്ട മറുപടി. എന്താണ് മറുപടി? കുഞ്ഞാടിനെ ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുദിന ജീവിതത്തിലെ ചോദ്യമാണ്. ഇതിങ്ങനെ പ്രശ്നമാണല്ലോ, എവിടെ ഉത്തരം? എവിടെ ഉത്തരം? ഇത് എങ്ങനെ എവിടെ ചെന്ന് അവസാനിക്കും? എങ്ങനെ ചെന്ന് അവസാനിക്കും? എവിടെ ഉത്തരം? ബൈബിള് പറയുന്നു ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറ, പ്രശ്നമുണ്ടോ? പരിഹാരമുണ്ട്. ദൈവം തരും. പറഞ്ഞു കൊടുത്തേ.